നമുക്ക് പൗരസമത്വവാദ പ്രക്ഷോഭം ഒന്ന് നോക്കിയാലോ? വർഷം പഠിക്കാം 1919. എവിടെ നടന്നു എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറിൽ. എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാ ജനങ്ങൾക്കും ജാതി മതഭേദമന്യേ സമത്വം നേടിയെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിന്റെ നേതാക്കളെ നോക്കാം. A.J. ജോൺ, T.K. മാധവൻ, N.V. ജോസഫ്. ഈ സമയത്ത് രാജാവ് ശ്രീമൂലം തിരുനാൾ. ഇതുമൂലം എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് നോക്കിയാൽ ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് ശ്രീമൂലം തിരുനാൾ വിളംബരം പുറപ്പെടുവിച്ചു. അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ അവർണർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അവസരം ലഭിച്ചു. പക്ഷേ ദേവസ്വം വകുപ്പിൽ സവർണർക്ക് തന്നെ നിയമനം ലഭിച്ചതേ ഉള്ളൂ. പിന്നെ ഇതിനെ പിന്തുണച്ച പത്രം എന്ന് പറഞ്ഞ സ്വരാട് പത്രമാണ്. ഈ സ്വരാട് പത്രം സ്ഥാപിച്ചത് A.K. പിള്ള. നമ്മൾക്ക് ഓടി വന്ന് കുറേ പോയിന്റ് പഠിച്ചാലോ? പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഒന്ന് നോക്കാം. പൗരസമത്വ പ്രക്ഷോഭം വർഷം 1919. എന്താ സംഭവം ചോദിച്ചാൽ തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും ജാതിമത ഭേദമന്യേ സമത്വം നേടിയെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നേതാക്കൾ ആരൊക്കെയായിരുന്നു? A.J. ജോൺ, T.K. മാധവൻ, N.V. ജോസഫ്. ഈ സമയത്ത് രാജാവ് ശ്രീമൂലം തിരുനാൾ.